നമസ്കാരം. എന്താണ് നാളികേര ലക്ഷണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗൃഹാരംഭം, ഗൃഹപ്രവേശനം എന്നീ ചടങ്ങുകളോടനുബന്ധിച്ച് മൂത്താശാരി വാസ്തുപൂജ ചെയ്യുന്ന പതിവുണ്ട്. അതിനുശേഷം അദ്ദേഹം തേങ്ങയുടച്ച് 2 കഷ്ണങ്ങളും ഇരുവശത്തുമായി വച്ച് വെള്ളം നിറച്ച് അതിൽ പുഷ്പം ഇടുകയും രാശി നിർണയിക്കുകയും ചെയ്യുന്നു. നാളികേരത്തിൻ്റെ 2 ഖണ്ഡങ്ങളും നിരപ്പായിരിക്കുകയോ മുറിച്ച സമയത്ത് കഷ്ണം അകത്ത് വീഴുകയോ ചെയ്താൽ അത് മംഗളകരമാണ്. തേങ്ങ ഉടഞ്ഞു ചിതറിയാൽ ഹൃദ്രോഗവും, തേങ്ങയുടെ കണ്ണുകൾ മുറിഞ്ഞുടഞ്ഞാൽ ദുഃഖവും, ശിരോമധ്യത്തിൽ ഉടഞ്ഞാൽ മൃത്യുവും, ആചാരികൾക്ക് ക്ലേശവുമാണ് ഫലം. നാളികേര ഖണ്ഡത്തിൻ്റെ മേടം രാശി ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ ധനപുഷ്ടിയും, ഇടവം രാശി ഉയർന്നിരിക്കുന്നുവെങ്കിൽ സ്ത്രീനാശവും, മിഥുനമെങ്കിൽ നാരികൾ മുഖാന്തരം കലഹവും, കർക്കിടകമെങ്കിൽ തസ്കരഭയവും, ചിങ്ങമെങ്കിൽ സന്താനലാഭവും, കന്നി ഉയർന്ന് മീനം താഴ്ന്നു നിൽക്കുന്നുവെങ്കിൽ ഐശ്വര്യവും, വൃശ്ചികമെങ്കിൽ അന്യദേശഗമനവും, തുലാമെങ്കിൽ സ്ത്രീനായകത്വവും, ധനുവെങ്കിൽ കോപവും, മകരമെങ്കിൽ അഭീഷ്ടസിദ്ധിയും, കുംഭമെങ്കിൽ അനർത്ഥവും, മീനമെങ്കിൽ മൃത്യുവും സംഭവിക്കാം. മേടം രാശിയുടെയും ഇടവം രാശിയുടെയും അന്തരം താഴ്ന്നിരുന്നാൽ നിശ്ചയമായും മൃത്യു സംഭവിക്കും. നാളികേര ഖണ്ഡങ്ങളിലിരുന്ന പുഷ്പം മേടം രാശിയിൽ ചേർന്ന ധനലാഭവും, ഇടവം രാശിയിൽ ചേർന്നാൽ ധനനഷ്ടവും കലഹവും, മിഥുനം അഗ്നിഭയവും, കർക്കിടകം ക്രോധവും ധനനഷ്ടവും, ചിങ്ങം പുത്രലാഭവും, കന്നി സ്ത്രീ സന്താനലാഭവും, തുലാം കീർത്തിയും, വൃശ്ചികം നാഗപീഡയും, ധനു അധികാരികളിൽ നിന്നുള്ള അതൃപ്തിയും, മകരം സുഖവും, കുംഭം അനർത്ഥവും, മീനം മൃത്യുവും ഉണ്ടാക്കും.